ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ചായക്ക് വൈകിട്ടത്തെ ചായക്ക് പരിപ്പുവട ഉണ്ടാക്കിയാലോ. പരിപ്പുവട തിന്നാനൊരു കൊതി. ഞാനേ പരിപ്പ് വെള്ളത്തിയിട്ടുണ്ട്. നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യം പരിപ്പൊക്കെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരക്കാം. ഇതാ പരിപ്പ് വടയുടെ എല്ലാ കൂട്ടുകളും ശരിയാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് പരിപ്പ് വട കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. സ്കൂൾ ജീവിതത്തിലൊരു കഥ പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ MIHS ബോയ്സിലാണ് പഠിച്ചത്. ബോയ്സിലല്ല, അന്ന് മിക്സഡ് ആയിരുന്നു. ഇപ്പോഴാണ് അത് ബോയ്സ് ആയത്. വീണ്ടും മിക്സഡായി തോന്നുന്നുണ്ട്, എനിക്കറിയില്ല കേട്ടോ. സ്കൂളിട്ട് വരുമ്പോൾ ഒന്നിക്കൽ അന്നൊരു ലജിത ബസ് ഉണ്ടായിരുന്നു, അത് കിട്ടും. പിന്നെ അത് സനിയിലായി. അല്ലേച്ചെങ്കിൽ നമ്മൾ ആ ബസ് സ്റ്റാൻഡിൽ നിന്നൊരു ബസ് കയറി എന്നിട്ട് പുതുമന്നാനിൽ ചാവക്കാടേക്ക് ബസ് നിർത്തിയിട്ടുണ്ടാവും, അതിൽ കയറണം കേട്ടോ. കണക്റ്റിംഗ് ബസ്സായിരിക്കും. അങ്ങനെ സ്കൂളിട്ട് വരുന്ന സമയത്ത് മഴക്കാലത്തായിരിക്കും അധികം. പുതുമന്നാനി പാലത്തിൻ്റെ ആ സൈഡിൽ അവിടെ നിന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ബസ് നിർത്തിയിരുന്നിടത്ത് ഒരു തട്ടുകട ഉണ്ടായിരുന്നു. തട്ടുകട വെച്ചാൽ ബാത്തിഷ എന്ന് പറയണ ഒരു കുട്ടിയുടെ ഉപ്പാൻ്റെ കടയായിരുന്നു. അവനവിടെ പുതുമന്നാനി UGLPയിലായിരുന്നു പഠിച്ചിരുന്നത്. ഞങ്ങൾ MLയും. സത്യം പറഞ്ഞാൽ ഈ ബാത്തിഷ ഞങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ല കേട്ടോ. പക്ഷെ അവന് സ്കൂളിട്ട് വന്നാൽ അവൻ്റെ കടയുണ്ടാവും. തട്ട് ഇങ്ങനെ മറച്ച കടയാണ്, ഓലയുടെ, നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അവിടുന്ന് കാണാൻ നല്ല പരിപ്പ് വട മണം, മഴയും ഇങ്ങനെ ചൂടുള്ള ചായയുടെ മണം, പരിപ്പ് വട മണം. ഇപ്പോഴും പറയില്ലേ ജോൺസൺ മാഷ് കട്ടൻ ചായ, മഴ, പരിപ്പ് വട എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ബസ്സിൽ സ്കൂളിലത്തെ ടീച്ചർമാരും ഞങ്ങൾ കുറേ MLത്തെ കുട്ടികളും പുതുമന്നാനി UGLPയിലത്തെ കുട്ടികളും എല്ലാവരും ഉണ്ടാവും. എല്ലാവരും വർത്താനം ഈ പരിപ്പ് വടയുടെ ഭയങ്കര മണം. ബാത്തിഷ ഇത് കേൾക്കുമോ അറിയില്ല. പുതുമന്നാനി അവിടെ എവിടെയാണ്ടാണ് അവൻ്റെ വീട്. ആ ഓർമ്മ, സ്കൂളിൽ പോയ കാലം ഇങ്ങനെ ഓർമ്മ വന്നിട്ടാ ഞാൻ ഇനി പരിപ്പ് വട ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടാ. ഇതാ പരിപ്പ് വടയും ചായ റെഡിയായി. ഇന്ന് നമുക്ക് കുടിക്കാം. അങ്ങനെ കുറച്ച് നേരത്തിന് നമ്മുടെ സ്കൂൾ ജീവിതം ഓർമ്മ വന്നപ്പം സന്തോഷമായി. ബാത്തിഷ ഇപ്പം എവിടെയാണ്, എന്താണോ ഒന്നും അറിയില്ല, എന്ത് ചെയ്യാണെന്ന് അറിയില്ല. അപ്പം നമുക്ക് പിന്നെ വേറൊരു